മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു മനുഷ്യജീവന് വേണ്ടിയുള്ള തെരച്ചിലിലാണ് 5ാം ദിവസവും. എല്ലാ സംവിധാനങ്ങളും നിഷ്ക്രിയം. പ്രിയപ്പെട്ടവനെ കാണാനില്ലെന്ന് പരാതിപ്പെട്ട് ദിവസങ്ങളെടുത്തു പേരിനൊരു അന്വേഷണം തുടങ്ങാൻ. കർണാടക സർക്കാർ അനങ്ങിയത് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിരന്തര ഇടപെടലുണ്ടായ ശേഷം. തെരച്ചിൽ സംവിധാനങ്ങൾക്ക് അല്പമൊരു ചലനം വെച്ചത് അർജുനെ കാണാതായി 4ാം ദിവസം, അതായത് ഇന്നലെ. ഉദാസീനമായ തെരച്ചിൽ ഇരുട്ട് വീണതോടെ അവസാനിപ്പിച്ചു മടങ്ങി. ഇന്നത്തെ തെരച്ചിലിൽ ആദ്യ മണിക്കൂറുകളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ഈ നാട്. പക്ഷെ കാര്യങ്ങൾ ഏറെക്കുറെ ഇന്നലത്തേതിന് സമാനം. കുന്നുകൂടി കിടക്കുന്ന മണ്ണിനടിയിലുള്ളത് അർജുനെ പോലെ ഇനിയും കൃത്യമായ എണ്ണം പോലും ഇല്ലാത്ത നിരവധി ജീവനുകൾ. അലംഭാവത്തിന്റെ മണിക്കൂറുകൾ ഇനിയും എത്ര? ഈ വിഷയമാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ; പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസ് നേതാവ്; ശേഖർ കുര്യാക്കോസ്, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി; ഒപ്പം തന്നെ അർജുന്റെ സഹോദരൻ ജിതിൻ, ആ ലോറിയുടെ ഉടമ മനാഫ് എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. അതിഥികളിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണനിലേക്ക് പോകുന്നു. സിജു ശിരൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. സിജു, ആദ്യത്തെ മണിക്കൂറുകളിൽ വലിയ പ്രതീക്ഷ റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള പരിശോധനകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ നീണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ പോസിറ്റീവായ ഒരു വാർത്തയും എത്തുന്നില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും മഴ വീണ്ടും പെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ എങ്ങനെയാണ് സിജു തെരച്ചിൽ പുരോഗമിക്കുന്നത്? ആശ്വാസകരമായി എന്തെങ്കിലും തേടിയെത്തുന്നുണ്ടോ? അസിത, നിലവിൽ തിരച്ചിൽ ഇപ്പോഴും അപകട സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തേക്ക് മാധ്യമങ്ങൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലവിൽ ഈ തെരച്ചിലിന് ഒരു തടസ്സമാകുമെന്നാണ് തോന്നുന്നത്. നേരത്തെ രാവിലെ മുതൽ ഉച്ചവരെ മഴയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ വന്നു തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്ക് ശേഷമാണ് ഈ മഴ വന്നു തുടങ്ങിയത്. രാവിലെ 7 മണി മുതലാണ് തെരച്ചിൽ ആരംഭിച്ചത്. ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത് 5ാം ദിവസം. ഈ തിരച്ചിൽ രാവിലെ 10 മണിയോടുകൂടി തന്നെ മംഗലാപുരത്ത് നിന്ന് റഡാർ സംവിധാനം ഉൾപ്പെടെ എത്തിച്ചു. മംഗലാപുരം സൂറത്കൽ NIT-യിലെ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഈ മണ്ണിന് മുകളിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായ സിഗ്നൽ ലഭിച്ചില്ല. എങ്കിലും 3 സിഗ്നലാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അതിലൊരു വ്യക്തതയില്ല എന്നാണ് NIT-യിലെ വിദഗ്ധ സംഘം പറയുന്നത്. അത് ലോറിയാണെന്ന്, അർജുന്റെ ലോറിയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കൃത്യമായ ഒരു വിവരം നിലവിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തിരച്ചിൽ താൽക്കാലികമായി ഉച്ചയ്ക്ക് 12 മണിക്ക് നിർത്തിവെച്ചു. അതിനുശേഷം ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. മണ്ണ് കുറച്ച് നീക്കം ചെയ്ത് പരിശോധന നടത്താൻ. ചെളി നിറഞ്ഞ മണ്ണ്, അതോടൊപ്പം തന്നെ പാറക്കല്ല് നിറഞ്ഞ മണ്ണ് ആയതുകൊണ്ട് തന്നെ ഈ പരിശോധനയിൽ കൃത്യമായ ഒരു ചിത്രം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനുശേഷം മണ്ണ് കുറച്ച് നീക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പരിശോധന വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. 7 മീറ്ററിലധികം ഉയരത്തിൽ മണ്ണുണ്ട്. ഒരു വലിയ മല അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ പ്രതീക്ഷ നൽകുന്ന വലിയ വാർത്തകളൊന്നും നിലവിൽ ഈ നിമിഷം നൽകാനില്ല. എങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കേന്ദ്രമന്ത്രി കുമാരസ്വാമി അല്പസമയം മുമ്പ് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കാർവാർ MLA-യും ഇന്ന് സ്ഥലത്തെത്തിയിരുന്നു. 5ാം ദിവസമാണ് ഇവർ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തെത്തിയത്. സൈന്യത്തെ വിളിക്കണമെന്ന ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കുമാരസ്വാമി പറയുന്നത് സൈന്യത്തെ വിളിക്കേണ്ട സാഹചര്യമില്ല, NDRF അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നു, അത്തരം സാഹചര്യമില്ല എന്നാണ് പറയുന്നത്. ഏതായാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മഴ ഒരു പ്രതികൂലമാകുമോ എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ 5ാം ദിവസം എത്തി നിൽക്കുമ്പോൾ 4 ദിവസത്തെ വീഴ്ചകളും പ്രശ്നങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ, വലിയ വിമർശനം ഉയർന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ ലോറി ഡ്രൈവർ മനാഫും അതോടൊപ്പം തന്നെ ഈ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് പോയി തിരിച്ച് മാധ്യമങ്ങളുടെ അടുത്തെത്തി പറയുന്നത് ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല, ഒരു പ്രൊഫഷണലിസത്തിന്റെ കുറവ്, ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൃത്യമായ ആളുകളില്ലാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ ഭേദമാണ് ഇന്നത്തെ ദിവസം എന്ന് മാത്രം പറയാം. അസിത, സിജു, ഇപ്പോൾ സിജു പറയുന്നതനുസരിച്ച് റഡാർ പരിശോധനയിലായിരുന്നു നമ്മളുടെ അവസാനത്തെ പ്രതീക്ഷ. പക്ഷേ നോക്കൂ, ഇവിടെ ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇനി വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. രാവിലെ മുതൽ നമ്മൾ അത് കാണുന്നതുമുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണൊക്കെ ഇങ്ങനെ ചെളിയുടെ രൂപത്തിലാണ്. അവിടേക്ക് റഡാർ പരിശോധന അത്ര പ്രായോഗികമാകുന്നുമില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് സിജു കാര്യങ്ങൾ മുന്നോട്ട് പോകുക? ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സ്വഭാവം. ഇരുട്ട് വീഴുന്നതോടുകൂടി എല്ലാ സംവിധാനങ്ങളും മടക്കിക്കെട്ടി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇന്നും അതിനുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ എത്രമേൽ നിർണായകമാണ്?
ഇനിയുള്ള മണിക്കൂറുകൾ എന്തായാലും പ്രധാനമാണ്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെ തുടരാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റ് സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത നിലവിൽ അധികൃതർ വരുത്തിയിട്ടില്ല. റഡാർ പരിശോധന തന്നെ തുടരാനാണ് സാധ്യത. ഈ ചെളി നിറഞ്ഞ മണ്ണ് ഇത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ റഡാറിൽ സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് NITയിലെ വിദഗ്ധ സംഘം നേരത്തെ കൈരളി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെങ്കിലും മണ്ണ് 7 മീറ്ററുള്ള മണ്ണ് കുറച്ചു മാറ്റിയതിനു ശേഷം അവിടെ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ സിഗ്നൽ കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയത്, ഈ പരിശോധനകളെല്ലാം തന്നെ നടക്കുമ്പോൾ ലോറി ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടായി. കേരളത്തിൽ നിന്നുള്ള ഇത്തരം അപകടങ്ങളിൽ ഇടപെട്ട ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പരിചയമുള്ള തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ആദ്യം ഇവരെ അകത്തേക്ക് കയറ്റിവിടുന്നതിന് ഒരു ബുദ്ധിമുട്ട് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഇടപെടൽ നടത്തുന്നത് എന്നാണ് ലോറി ഉടമ മനാഫ് പറഞ്ഞത്. അതിനുശേഷം ഇവരെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു സേവനം ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നറിയില്ല. എങ്കിലും സാധ്യമായ എല്ലാ സംവിധാനവും ഈ സ്വകാര്യ വ്യക്തികളുടേതുൾപ്പെടെ സേവനം ഉപയോഗപ്പെടുത്തുക എന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ സംവിധാനങ്ങൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഞാൻ സിജുവിലേക്ക് പുതിയ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഈ ചർച്ചയുടെ ഇടവേളയിൽ തന്നെ മടങ്ങിയെത്താം.